വെൽക്കം ബാക്ക് ടു ഗുഡ് വൈബ്സ്. ഇന്ന് സാറ്റർഡേ ആട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയമായി, ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാൻ പോണേ. ചോറ് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇനി കറികൾ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് വറുത്തരച്ച് ചിക്കൻ കറി ആട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കാണിച്ചു തരാം. പിന്നെ നമുക്കൊരു തോരൻ ഉണ്ടാക്കണം. മീൻ വറുക്കാനായിട്ട് മസാല പറ്റിയത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ പണി. അപ്പം നമുക്ക് വേഗം പണികൾ നോക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയും ഉള്ളിയും എല്ലാം ഞാനിതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തോരനുള്ളതാണ് പടവലങ്ങ. ഈ ഉള്ളി നമുക്ക് ചിക്കൻ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ. അപ്പോൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിനി എല്ലാം ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കണം. അപ്പോൾ സവാള ഞാൻ എപ്പോഴും ഇങ്ങനെ അരിഞ്ഞെടുക്കാറാണ് പതിവ്. എനിക്കങ്ങനെ കണ്ണിൽ നിന്ന് ഒരുപാട് വെള്ളം വരുന്ന പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ടില്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നും വരാറില്ല. അപ്പോൾ ചില സവാള ഉണ്ട് കേട്ടോ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുത്തണേ. ചിലപ്പോൾ കിട്ടുന്ന സവാളയ്ക്ക് മാത്രമേ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളൂ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാനൊന്ന് ഒതുക്കിയെടുക്കുകയാണ്. അതായത് ഒന്ന് ചതച്ച പരുവത്തിൽ കിട്ടും, മിക്സിയിലൊന്ന് പൾസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. കടിക്കരുത്, അത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ചതച്ച പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടി കെട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക. ഞാനിവിടെ കാസ്റ്റ് അയണിൻ്റെ ഒരു കടായാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ട്, ഞാൻ ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ, കാരണം നമ്മൾ വറുത്തരച്ച് വെക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ വളരെ കുറവേ എടുക്കണുള്ളൂ. എന്നിട്ട് സവോള ഇട്ട് അത്യാവശ്യം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയും ഞാനിപ്പോൾ ഇടുന്നില്ല, പെട്ടെന്ന് അടിയിൽ പിടിക്കും അതിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ സവോള ഒന്ന് വാടി വന്നതിന് ശേഷം മാത്രം ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് വാടട്ടെ. അപ്പോൾ ഞാൻ ഇപ്പറേ അടുപ്പിൽ ഒരു ചട്ടി വെച്ചിട്ട് ഇതുപോലെ ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ നല്ല എന്താ പറയുക പൊടികൾ, മസാല പൊടി ചേർക്കാതെ ഇതുപോലെ ഓൾ സ്പൈസസ് ആയിട്ട് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണേ. അപ്പോൾ മല്ലിയും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം, അതും കുറച്ചുകൂടെ ടേസ്റ്റ് വരുത്തും. പിന്നെ ഞാൻ ഒരു 2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. അത് ഈ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 3 സ്പൂൺ ഇട്ടത്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ, ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ വറുത്ത് വയ്ക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ ആ തേങ്ങ അത്യാവശ്യം മൂപ്പായിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. നമ്മൾ തേങ്ങ വറുക്കേണ്ട മടി കൊണ്ട് വറുത്തരച്ച കറികൾ വയ്ക്കാതിരിക്കില്ല കേട്ടോ, ഇങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് അവിടെ കിടന്ന് ഒന്ന് പയ്യെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇവിടെ നോക്കിയപ്പം സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിവിടെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് മുളക് പൊടി ആദ്യമേ തന്നെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ആദ്യം ഞാൻ മല്ലിപ്പൊടി ചേർക്കും. മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഈ മല്ലിപ്പൊടിയുടെ ഈ കളറുണ്ടല്ലോ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരണം, കരിഞ്ഞു പോകരുത്. അപ്പോൾ ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് മൂപ്പിച്ചെടുക്കാനും ഒക്കെ. അപ്പോൾ കൂടുതൽ തീ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് അടി കരിഞ്ഞു പോവും, പിന്നെ നമുക്ക് കറിയുടെ രുചി തന്നെ പോവും. അപ്പോൾ ഈ മല്ലിപ്പൊടിയുടെ നിറം ഒന്ന് പയ്യെ മാറി വരുമ്പോഴേക്കും നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല കട്ടിയുള്ള ഇതുപോലത്തെ ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ആ ചൂടിൽ തന്നെ നന്നായിട്ട് മൂത്ത് കിട്ടും. മുളക് പൊടി കരിഞ്ഞു കഴിഞ്ഞാലും കറിയുടെ രുചി നന്നായിട്ട് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. മുളക് പൊടി ഞാനൊരു 2.5 ടീസ്പൂൺ ഇടുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടി അവസാനം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സവോളയിലേക്ക് 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ എരിവും കൂടെ ബാലൻസ് ചെയ്തിട്ട് നമ്മളൊന്ന് ഒരു മനക്കണക്കിലാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണേ. ഞാൻ അങ്ങനെയാട്ടോ ചെയ്യണേ. ഞാനിങ്ങനെ ഓരോ കറിക്കും ഇങ്ങനെ ടീസ്പൂൺ പരുവ അങ്ങനെ ഒന്നും എടുക്കാറില്ല, ഒരു മണക്കണക്കിൽ അങ്ങ് ചെയ്യും. അപ്പോൾ നമുക്കിനി മുളക് പൊടി പയ്യെ ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. നല്ലോണം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം, വെള്ളം ചേർത്ത് തന്നെ അരച്ചെടുക്കാം. എന്നിട്ട് ഇതാ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എരിവൊക്കെ ബാലൻസ് ചെയ്ത് തന്നെയാണ് കേട്ടോ ഇട്ടിരിക്കണേ. അപ്പോൾ ഇത് വലിയ എരിവില്ലാത്തൊരു പച്ചമുളകും കൂടെയാണ്, കാണുമ്പോൾ ഭയങ്കര വലുതാണെന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചിക്കൻ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ വേറെ മസാലയിലൊന്നും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല, ഇതിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് അങ്ങ് വേവിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് അതിലേക്ക് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അരച്ചു വെച്ച നമ്മൾ തേങ്ങയുടെ കൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്.
അപ്പോൾ അത് ശരിക്കൊന്ന് അരച്ച് നന്നായിട്ട് മഷി പോലെ അരയണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ജാറൊക്കെ കഴുകി ഒഴിച്ച് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള അത്രയും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് നമ്മൾ ചിക്കൻ വെന്തിട്ടില്ലല്ലോ, ഒരു ചെറിയൊരു വേവായിട്ടുണ്ടായിരുന്നുള്ളൂ. അടച്ചു വെച്ച് തന്നെ ശരിക്ക് വേവിക്കാം. വെന്ത് കഴിയുമ്പോൾ അത്യാവശ്യം ഉപ്പും ഒക്കെ എല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് എരിവ് ഒരു പൊടിക്ക് എരിവ് കുറവാണ് നമ്മൾ ഇട്ടിരിക്കണേ. അപ്പോൾ ആ കുരുമുളക് പൊടിയുടെ ഇത് ടേസ്റ്റ് ഏറ്റവും അവസാനം ഇടുമ്പോഴാട്ടോ നല്ലൊരു ഫ്ലേവറായിട്ട് കിട്ടുക. അപ്പോൾ ഒരു കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് നമ്മൾ താളിച്ചൊഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും മാത്രമാണ് താളിച്ചൊഴിക്കുമ്പോൾ ഇടുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെയാണ് താളിക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ ചിക്കൻ വറുത്തരച്ച് വയ്ക്കുമ്പോഴേ. അപ്പോൾ വറുത്തരച്ച് വയ്ക്കാൻ മടിയുണ്ടെങ്കിൽ ഇതുപോലെ തേങ്ങ നേരത്തെ വറുത്ത് വയ്ക്കാം. ഇനിയിപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. വറുത്തരച്ച് ചിക്കൻ കറി, പിന്നെ ബീഫ്, പ്രത്യേകിച്ച് താറാവ്, അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. താറാവ് വറുത്തരച്ച് വെച്ചാലും ഭയങ്കര ടേസ്റ്റാണ്. നമുക്കിങ്ങനെ അപ്പോ ചോറോ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മുടെ കിഡിലൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിതാ ഇനി മീനും കൂടെ വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഊണ് കഴിക്കാം കേട്ടോ. എനിക്ക് ചിക്കൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വറുത്തരച്ച ചിക്കൻ കറി എൻ്റെ ഫേവറേറ്റാണ്. എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല, കാരണം വറുത്തരച്ചത് അത്രയ്ക്ക് ഹെൽത്തി ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഉണ്ടാക്കില്ല. എന്നാലും ഇടയ്ക്കൊക്കെ കൊതി തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട്. പണ്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. അമ്മയുടെ സ്പെഷ്യൽ ഈ ഡക്ക് കറിയാട്ടോ. ഡക്ക് അമ്മ പാല് പിഴിഞ്ഞും വെക്കും, ഇതുപോലെ വറുത്തരച്ചും വെക്കും. രണ്ടും കിടിലനാണ്. അപ്പോൾ നമുക്ക് നാട്ടിലെപ്പോഴെങ്കിലും പോകുമ്പോൾ എൻ്റെ അമ്മേനെ കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിക്കാം കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന കറി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ നമ്മുടെ നങ്ക് വറുക്കാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഈ ചട്ടിയിൽ മാത്രം കേട്ടോ ഇതുപോലെ നോൺ സ്റ്റിക്ക് മാതിരി കിട്ടുക. വേറെ എല്ലാ ചട്ടിയിലും മറ്റേ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, എന്നാലും ഇതുപോലെ നോൺ സ്റ്റിക്ക് മാതിരിയൊന്നും കിട്ടില്ല. പയ്യെ ഒന്ന് ചട്ടകം വെച്ച് അങ്ങനെ പൊക്കിയെടുക്കണം. ഇത് വെറുതെ ഒന്ന് ഒരു സ്പൂണിൻ്റെ അറ്റം വെച്ച് തോണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് വരും. അപ്പോൾ മീനൊക്കെ വറുത്ത് ഞങ്ങളിതാ നല്ല അടിപൊളി ഊണ് കഴിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് കുത്തരിച്ചോറാണ് കേട്ടോ ഫേവറേറ്റ്. ഞാൻ ചോറ് ആദ്യമേ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി. അമ്മ ഉണ്ടാക്കണ അത്രയും ടേസ്റ്റൊന്നും വന്നിട്ടുണ്ടാവില്ല, പക്ഷേ മോശമായില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഇന്നലത്തെ പ്രാഞ്ഞീൻ കറിയാണേ, മീൻ കറി, പടവലങ്ങ ക്യാപ്സിക്കം തോരൻ, പിന്നെ നമ്മുടെ മീൻ വറുത്തതുമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ.